ഡു മൈ മാത്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ടുഡേ സ്പെഷ്യൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകും, പക്ഷെ പുതിയൊരു രൂപത്തിലാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഓൺലൈൻ ക്ലാസ്സിൽ ഡെയിലി കിട്ടുന്ന ബെസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ യൂട്യൂബിലിടാൻ പോവുകയാണ്. പക്ഷേ ക്വസ്റ്റ്യൻസ് ഇവിടെ കാണിക്കാൻ ഇപ്പോൾ എനിക്ക് സംവിധാനമില്ല. ഞാൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയാനില്ല, ബെസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യനാണ്. എന്നിട്ടധികം പലപ്പോഴും വന്നേക്കാം കൊച്ചു ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ. ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ ഇവിടെ വായിക്കും, നിങ്ങളത് എഴുതിയെടുക്കണം നോട്ട്ബുക്കിൽ. ഇതിൻ്റെ ഒരു കളക്ഷൻ കുറച്ച് കാലം കൊണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടായാൽ വളരെ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും. ഒരു പുതിയ നോട്ട്ബുക്ക് ഉണ്ടാക്കുക ടുഡേ സ്പെഷ്യലിന് വേണ്ടി. ഞാൻ ഡെയിലി വിടുന്ന സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം. ഞാനതിനാദ്യം വായിക്കും, വായിച്ചതിന് ശേഷം അതിന് ചെയ്യും. പിന്നെ സമയങ്ങളൊന്നുമില്ല, ക്വസ്റ്റ്യൻ വായിക്കാൻ പോവാം. അത് പോസ് ചെയ്ത് നിർത്തി എഴുതിയെടുക്കണം. ഞാൻ സാധാരണ സ്പീഡിലൊന്ന് വായിക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇൻ എ വില്ലേജ്, അത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, IBPS POയുടെ പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഇൻ എ വില്ലേജ് 70% registered voters cast their votes in the election. Only two candidates, A and B, contested the election. A won the election by 400 votes. Had A received 12.5% less votes, the result would have been a tie. How many registered voters are there in the village? Options are 1. 4,200. 2. 4,500. 3. 4,000. 4. 4,250. 5. 3,500. ഇത്രയാണ് ക്വസ്റ്റ്യൻ. ഇത് IBPS PO പ്രിലിംസ് 2016 ക്വസ്റ്റ്യനാണ്. ഇനി ഞാൻ ഇതെങ്ങനെയാണ് വേഗത്തിൽ ചെയ്യുന്നതെന്ന് പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുത്ത് സാമാന്യം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് വേണം ബാക്കി കാണാനായിട്ട്. ഞാൻ പടാന്ന് ചെയ്യും. അത് നിങ്ങൾ പഠിക്കലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 70% ആൾക്കാരാണല്ലോ വോട്ട് ചെയ്തത്. ഇതൊരു ടൈ ആകുകയെന്ന് വെച്ചാൽ രണ്ടുപേർക്കും 35% ആണല്ലോ കിട്ടുന്നത്. രണ്ടുപേർക്കും എയ്ക്കും ബിക്കും 35% കിട്ടും ടൈ ആണെങ്കിൽ. പക്ഷേ ഈ ടൈ ആകുന്നത് എപ്പോഴാണ്? ഹാഡ് എ റിസീവ്ഡ് 12.5% ലെസ് വോട്ട്സ്. ഈ 12.5% എന്ന് വെച്ചാൽ 1/8 ആണ്. ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ എക്സസൈസ് വീഡിയോ കണ്ട് പഠിക്കുന്നവർക്ക്, ഡെയിലി അത് എഴുതുന്നവർക്ക് അറിയാം. 12.5% എന്ന് വെച്ചാൽ 1/8 ആണെന്ന് കിട്ടാൻ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് മതി. അപ്പം ഇടയ്ക്കൊരു സെൻറ്റൻസിൽ പറയുന്നുണ്ട്, ഹാഡ് എ റിസീവ്ഡ് 12.5% ലെസ് വോട്ട്സ് എന്ന് വെച്ചാൽ എക്ക് ഇപ്പം കിട്ടിയതിൻ്റെ 1/8 കുറവായിരുന്നെങ്കിൽ, 1/8 കുറവായിരുന്നെങ്കിലാണ് ഇങ്ങനെ ആവുന്നത്. എന്തിൽ നിന്ന് 1/8 കുറച്ചാലാണ് ഈ 35 ആവുക? 40യിൽ നിന്നാണെന്നറിയാം. 40യുടെ 1/8 കുറച്ചാലാണ് 35 ആകുന്നത്. അപ്പോൾ എക്ക് യഥാർത്ഥത്തിൽ കിട്ടിയത് 40%. മൊത്തം 70 ആണെങ്കിൽ അപ്പം ബിക്ക് യഥാർത്ഥത്തിൽ കിട്ടിയത് 30% ആണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 10% ആണ്. ഈ 10% ആണ് ക്വസ്റ്റ്യനിൽ പറയുന്ന 400. ചോദ്യം ടോട്ടൽ വോട്ട്സ്. 10% 400 ആണെങ്കിൽ ടോട്ടൽ 10% അറിയാം. ഫുള്ള് കിട്ടാൻ ഒരു 0 കൊടുത്താൽ മതി. 10% 400 ആണെങ്കിൽ ഫുള്ള് 4000 ആയിരിക്കും. ഇങ്ങനത്തെ മെത്തേഡ്സാണ് പഠിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും തയ്യാറായിരുന്നുള്ളൂ. ഞാൻ ഇത്തരം മെത്തേഡ്സ് ഇവിടെ ചെയ്ത് കാണിക്കാൻ. ഒരേ ഒരു കുറവ് മാത്രമേ ക്ലാസ്സിനുണ്ടാകത്തുള്ളൂ. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റില്ല. കാണണ്ടല്ലോ, കേൾക്കുകയും പഠിക്കുകയും ചെയ്താൽ മാത്രം പോരെ. 2 ക്വസ്റ്റ്യൻ എനിക്കിവിടെ കാണിക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഇല്ല. മാത്രമല്ല, എനിക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ എനിക്ക് 10 മിനിറ്റ് അങ്ങനെ കിട്ടാൻ മതി. അല്ലാതെ നിങ്ങളെ ക്വസ്റ്റ്യനൊക്കെ കാണിച്ച് ചെയ്യണമെങ്കിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യാൻ ചുരുങ്ങിയത് 1 മണിക്കൂർ, 1.5 മണിക്കൂറൊക്കെ എടുക്കും. പിന്നെ അത് അപ്ലോഡ് ചെയ്യുക. ഇതെല്ലാം കൂടെ എനിക്ക് ഡെയിലി 1.5-2 മണിക്കൂർ വേസ്റ്റ് ആവും. അതുകൊണ്ടാണ് കുറച്ച് കാലമായിട്ട് വീഡിയോ നിർത്തി വെച്ചിരുന്നത്. നമ്മളിപ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ എളുപ്പവഴികളിലൂടെ ഞാൻ ചെയ്യും. എളുപ്പവഴിയെന്ന് വെച്ചാൽ ടെക്നിക്കലി എനിക്ക് ഏറ്റവും വേഗം എന്ത് ടെക്നോളജി ഉപയോഗിച്ച് ഇവിടെ വിടാവും അതിനനുസരിച്ച് വിടും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നവർക്ക് ഇതിൻ്റെ ആവശ്യമൊക്കെ ഉള്ളൂ. ഞാനീ പറയുന്ന എല്ലാവരും
കർശനമായിട്ട് ചെയ്യുക. ആദ്യം വേണ്ടത് ഞാൻ വായിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട്ബുക്കിലൊക്കെ എഴുതിയെടുക്കണം. എന്നിട്ട് അതിൽ നോക്കിക്കൊണ്ടിരുന്ന് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യൂ. ഓൾ ദ ബെസ്റ്റ്.